നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 5 വെള്ളി 2025 വാർത്തകളിലേക്ക്. ഓർമ്മപ്പൂക്കളം ഒരുക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. കള്ളവും ചതിയും ഇല്ലാത്ത ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഭൂതകാലത്തേക്കുള്ള ഗൃഹാതുരമായ യാത്ര കൂടിയാണ് മലയാളികൾക്ക് ഓണം. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയമൊരുക്കുന്ന 1000ഓളം ഡ്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി 250 അടി ഉയരത്തിൽ രാത്രി 8:45 മുതൽ 9:15 വരെയാണ് 3 ദിവസത്തെ ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുക. തലസ്ഥാനത്ത് ആദ്യമാണ് കേരള ടൂറിസത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നബിദിനം. കാലാതീതമായ ദർശനങ്ങളുടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പകർന്ന പ്രവാചകൻ്റെ 1500-ാം ജന്മവാർഷിക ദിനമാണ് ഇക്കുറിയെന്ന സവിശേഷതയും ഉണ്ട്. ആസിയൻ കരാർ പുതുക്കാനും സിംഗപ്പൂരുമായുള്ള വ്യാപാരബന്ധം വികസിപ്പിക്കാനും ഇന്ത്യ സിംഗപ്പൂർ ചർച്ചയിൽ ധാരണയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സ്ഥിരതയുള്ള രാജ്യമാണെന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം കിട്ടുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും പ്രതികരിച്ചു. സിംഗപ്പൂരിനും ഇന്ത്യയ്ക്കും ഇടയിലുള്ള പ്രത്യേക വ്യാപാര കരാറിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനായുള്ള മാറ്റം വരുത്തും. ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 4/1 വരുന്നത് സിംഗപ്പൂരിൽ നിന്നുമാണെന്ന് നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ലോറൻസ് വോങ് ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇപ്പോഴത്തെ DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വി ഡി സതീശൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രതിയായ പോലീസുകാരൻ സജീവന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംഭവത്തെ തുടർന്ന് സജീവന്റെ വീടിന് പോലീസ് കാവൽ ഒരുക്കിയിട്ടുമുണ്ട്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരള പോലീസിന് അപമാനകരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അത്യധികം വേദനയോടെയാണ് ദൃശ്യങ്ങൾ കണ്ടത്. മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാനാവാത്ത ഈ നടപടി കേരള പോലീസിന് അപമാനകരമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമല വിഷയത്തിൽ ആചാരലംഘനം നടത്തിയതിന് മുഖ്യമന്ത്രി വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ ചട്ടവിരുദ്ധമായ നടപടികൾ നടന്നുവെന്നും പുതിയ ആരോപണമായി CPI രംഗത്ത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതെന്നും അതിനാൽ പട്ടിക റദ്ദാക്കണമെന്നും CPI നേതാവ് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പുരോഗതിയിലേക്കുള്ള പാതയിൽ രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവെപ്പാണ് GST പരിഷ്കാരങ്ങളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിപണിയെ കൂടുതൽ ഏകീകൃതവും മത്സരാധിഷ്ഠിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് GST പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം ഇടുന്നത്. വന്ദേ ഭാരത് ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം കൂട്ടി 14 കോച്ചുകളിൽ നിന്ന് 18 കോച്ചുകളാണ് ഉയർത്തിയിരിക്കുന്നത്. മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനമായി 4 അധിക കോച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതലാണ് കോച്ചുകളുടെ എണ്ണം കൂടുക. ദൂരയാത്രകൾക്ക് വലിയ രീതിയിൽ മലയാളികൾ വന്ദേ ഭാരത് ട്രെയിൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പാലക്കാട് പുതുനഗരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന് പോലീസ്. പ്രാഥമിക പരിശോധനയാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയില്ലെന്നും പരിക്കേറ്റ ഷെരീഫ് പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടികൂടാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പാലക്കാട് കല്ലേക്കാട് സ്ഫോടക വസ്തു പിടികൂടിയ കേസിൽ 3 പ്രതികളും റിമാൻഡിൽ. BJP പ്രവർത്തകൻ സുരേഷ്, പൂളക്കാട് സ്വദേശി ഫാസിൽ, കല്ലേക്കാട് സ്വദേശി നൌഷാദ് എന്നിവരാണ് റിമാൻഡിലായത്. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം കഴുത്ത് ധരിച്ചതാണെന്നും ആത്മഹത്യയോ കൊലപാതകമോ ആകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പരാമർശം. അതേസമയം അതുല്യയുടെ ശരീരത്തിൽ 46 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും മുറിവുകൾ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മുതൽ ഒരാഴ്ച വരെ മാത്രം പഴക്കമുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേളമംഗലം നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിക്ക് വിദേശയാത്ര നൽകിയ കേരള ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കേരള ഹൈക്കോടതി നടപടി ജുഡീഷ്യൽ സഭ്യതയ്ക്കും മര്യാദയ്ക്കും അച്ചടക്കത്തിന് നിരക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. GST പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് മോദി GST 2.0 രാജ്യത്തിന്റെ പിന്തുണയ്ക്കും വളർച്ചയ്ക്കുമുള്ള ഒരു ഡബിൾ ഡോസ് ആണെന്നും 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നതിനാണ് GST പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നും കൂട്ടിച്ചേർത്തു. തമിഴകം വെട്ടുകഴകം പ്രസിഡന്റ് നടനുമായ വിജയ് തമിഴ്നാട് പര്യടനം സെപ്റ്റംബർ 3 വാരം മുതൽ ആരംഭിക്കും. മീറ്റ് ദ പീപ്പിൾ എന്ന പേരിലാണ് വിജയ് സംസ്ഥാന പര്യടനം നടത്തുന്നത്. പറന്നു വരുന്നതിന് തൊട്ടുമുമ്പ് വിമാനത്തിൽ പക്ഷിയിടിച്ചത് മൂലം വിജയവാഡയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ റദ്ദാക്കി. വിമാനം റൺവേയിലൂടെ നീങ്ങുന്നതിനിടെ ഒരു കഴുകൻ വിമാനത്തിന്റെ മുൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിമാനം റദ്ദാക്കുകയും 90 യാത്രക്കാർക്കായി മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു.
പശ്ചിമബംഗാൾ നിയമസഭയിൽ കയ്യങ്കാളി നടങ്ങിയ സംഭവങ്ങൾക്കിടയിൽ 5 BJP MLA-മാർക്ക് സസ്പെൻഷൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച പഞ്ചാബിൽ 37 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സന്ദർശനം നടത്തി. പ്രളയം ദുരന്തം വിതച്ച സംസ്ഥാനത്ത് കേന്ദ്രം എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്രവും മണിപ്പൂർ സർക്കാരും കുക്കി സോ ഗ്രൂപ്പുകളുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചു. പാക് വംശജയായ പെൺകുട്ടി ബലാത്സംഗ പരാതി നൽകിയിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹൈദർ അലി കുറ്റവിമുക്തൻ. കേസ് തുടരാൻ മതിയായ തെളിവില്ലെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് താരത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ആധുനിക ഫാഷനിൽ വിപ്ലവം സൃഷ്ടിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. ഹോളിവുഡിന്റെ ഏറെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് ജോർജിയോ അർമാനി. പ്രമുഖ ടെക് കമ്പനികളുടെ മേധാവിമാർക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് ഗൂഗിൾ CEO സുന്ദർ പിച്ചെ അടക്കം 5 ഇന്ത്യൻ വംശജർക്ക് ക്ഷണം. അതേസമയം ട്രംപിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ടെസ്ല മേധാവി ഇലോൺ മാസ്കിന് വിരുന്നിലേക്ക് ക്ഷണമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ മിക്ക തെളിവുകളും നിയമവിരുദ്ധമാണെന്ന അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചു. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തെളിവുകളെ ന്യായീകരിച്ചാണ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യക്ക് മേൽ തിരിവ് ചുമത്തിയെന്നാണ് അപ്പീലിൽ പറയുന്നത്. സുപ്രീം കോടതിയിൽ താരിഫ് കേസ് തോറ്റാൽ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറുകൾ റദ്ദാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേസ് തോറ്റാൽ US-ന് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ അധികാരം നിയമവിരുദ്ധമാണെന്നാണ് US അപ്പീൽ കോടതി വിധിച്ചിരുന്നത്. കാഫ നേഷൻസ് കപ്പ് 2025 അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് ഗോൾ രഹിത സമനില. അവസാന ഗ്രൂപ്പ് കട്ട് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനായിരുന്നു മുൻതൂക്കം. ഗോൾ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയതും അഫ്ഗാനിസ്ഥാനാണ്. നടത്തുന്ന സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള പണം അയക്കുന്നതിൽ വർധന. സേവന കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. പ്രേമലുവിന് ശേഷം തമിഴകത്ത് ശോഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മമിത ബൈജു. ഡ്രാഗൺ എന്ന ചിത്രത്തിലൂടെ തമിഴകത്ത് വൻ താരോദയമായി മാറിയ പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന ചിത്രത്തിലാണ് മമിത നായികയായി ആകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.